കാലങ്ങളെയും സാമ്രാജ്യങ്ങളെയും അതിജീവിച്ച് ഇന്നും വിശ്വാസികൾക്ക് ആത്മീയ തണലേകി ഇറാനിലെ പർവ്വതനിരകളിൽ ഒരു പുരാതന മൊണാസ്ട്രി തലയുയർത്തി നിൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ തദേവൂസിൻ്റെ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച സെന്റ് തദേവൂസ് മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന ഈ ആശ്രമം ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. AD 68 ഈ ആശ്രമം സ്ഥാപിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ യൂദാ തദേവൂസ് രക്തസാക്ഷിത്വം വരിച്ചതും അടക്കം ചെയ്യപ്പെട്ടതുമായ ഇതേ സ്ഥലത്താണ് ഈ ആശ്രമം പണികഴിപ്പിച്ചിരിക്കുന്നത്. അർമേനിയ ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടുന്നതിനും എത്രയോ മുൻപ് 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ പ്രാർത്ഥനകൾ ഉയർന്നിരുന്നു എന്നത് ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. AD 1319 ശക്തമായ ഭൂകമ്പത്തിൽ ആശ്രമത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പിന്നീട് 1320 ബിഷപ്പ് സക്രിയായുടെ നേതൃത്വത്തിൽ ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അർമേനിയൻ അപ്പസ്തോലിക സഭയുടെ മാതൃദേവാലയമായ എച്ച്മീഡിയസൻ കത്തീഡ്രലിന്റെ മാതൃകയിൽ ഇതിന്റെ പടിഞ്ഞാറൻ ഭാഗം വിപുലീകരിച്ചു. കറുത്തതും വെളുത്തതുമായ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് പുനർനിർമ്മിച്ചത്. 2008 യുനെസ്കോ ഈ മൊണാസ്ട്രിയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അർമേനിയൻ വാസ്തുവിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും തീർത്ഥാടന പാരമ്പര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായാണ് ഈ കേന്ദ്രം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടത്. ഇന്നും ഓരോ വർഷവും ജൂലൈ മാസത്തിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ പർവ്വത താഴ്വരയിലേക്ക് ഒഴുകിയെത്തുന്നത്.